ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള ഒരു പച്ചടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ പച്ചടി. ചേമ്പിൻ തണ്ടിൻ്റെ പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത ചേമ്പിൻ്റെ തണ്ടാണിത്. പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, ഒരു 2 മിനിറ്റ് സമയം വരെ. ഇടയ്ക്ക് തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചേമ്പിൻ തണ്ടൊക്കെ വഴണ്ട് വാടി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ചെറു തീയിലിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ ചുരണ്ടിയതിലേക്ക് നമുക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് കടുക് ഇട്ട് കൊടുക്കാം, പച്ചക്കടുകാണിത്. 1 പച്ചമുളകും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. തൈര് ചേർക്കുന്നതിന് മുമ്പേ കടുകും ജീരകവും ഒക്കെ വേവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തിള വന്നു, നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കട്ട തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് പുളി കുറഞ്ഞ തൈരാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. പച്ചടി ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കിയെടുത്തു. ഇനി നമുക്കിത് കടുക് വറുത്ത് ചേർത്താൻ മതിയാകും. ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റി കടുകും വറുത്ത് ചേർത്തു. ഈ ചേമ്പിൻ തണ്ടിൻ്റെ പച്ചടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.